നിങ്ങളോട് ഉടനെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നിൽ ഇതൊക്കെ ഉണ്ട്, ലാത്തിയുണ്ട്, കയ്യിൽ ടിയർ ഗ്യാസ് കണ്ണില്ലേ, കണ്ണീർവാതകത്തിന്റെ. അവിടുത്തെ ഗ്രാമവാസികളാകെ വളരെ പ്രക്ഷുബ്ധരായിരുന്നു. ഇവർക്ക് ഇത് എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഇവര് ഓഫീസിലേക്ക് വിളിച്ചു, ഡൽഹി ഓഫീസിലേക്ക്. പിന്നെ കണ്ടത് ഇവർ വെടിവെച്ചു പിന്നെ ആകാശത്തേക്കല്ല, ഈ ക്രൗഡിന്റെ ഇടയിലേക്ക്. അതിൽ 10 ആളോ മറ്റോ അവിടെ നിന്ന് തന്നെ പിടഞ്ഞു മരിച്ചു. മറ്റ് ജോലികൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത മാധ്യമ പ്രവർത്തനത്തിനുണ്ട്. പ്രത്യേകിച്ച് ഫീൽഡിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം വ്യത്യാസമുണ്ട്. പക്ഷേ ഫീൽഡിൽ നമ്മൾ ആക്ച്വൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ ഒരു വ്യത്യാസം തന്നെയുണ്ട്. അതായത് നമുക്ക് എങ്ങോട്ടൊക്കെ പോകേണ്ടി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പലയിടത്തേക്കും പോകേണ്ടി വരും, പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവാം, പലതും കാണേണ്ടി വരാം, പലതും സഹിക്കേണ്ടി വരാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട് അതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സെൻറ്റർ മാഗസീൻ എന്ന് പറയുന്നൊരു മാഗസീൻ ഉണ്ടായിരുന്നു 1980-കളുടെ അവസാനത്തിൽ ഡൽഹിയിൽ. സെൻറ്റർ എന്ന് അറിയപ്പെടുന്നൊരു മാഗസീനായിരുന്നു, നല്ല മാഗസീനായിരുന്നു. അത് പോളിസി റിസർച്ചും അതൊക്കെ ചെയ്യുന്നൊരു സാധനമായിരുന്നു. അപ്പം ഇവരവിടുന്ന് ആ സമയത്ത് ഉത്തർപ്രദേശിൽ മീററ്റിൻ്റെ കുറേ അപ്പുറമുള്ള ചപ്രോളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ഒരു വലിയ ഗ്രാമമാണത്, മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് എന്ന് പറയുന്നൊരു ജാട്ട് നേതാവ് ഉണ്ടായിരുന്നു. മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് ഇദ്ദേഹമായിരുന്നു അവിടുത്തെ ഗ്രാമവാസികൾ മുഴുവൻ കർഷകരായിരുന്നു. ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുക, പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുക, അതൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു അയാൾ. അതെന്തിനാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടി ഇങ്ങനെയൊക്കെ ആക്കി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അവിടുന്ന് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടിയതിന് ശേഷം എന്ന് വെച്ചാൽ ഇവരോട് ചോദിക്കാതെയാണ് ഗവൺമെൻറ് ചെയ്തതൊക്കെ. ഇതിൻ്റെ ബില്ലുമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന സമയത്ത് അവിടുത്തെ ഗ്രാമവാസികളാകെ വളരെ പ്രക്ഷുബ്ധരായിരുന്നു. അവർ ഈ ബില്ലുമായിട്ട് വന്ന ഉദ്യോഗസ്ഥരെ അടിച്ച് ശരിയാക്കി ഓട്ടിച്ചു. ഇതും കൊണ്ടുവന്നാൽ നിങ്ങളുടെ കാല് വെട്ടി ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായി. പോലീസ് ഇടപെട്ട് ഭയങ്കര കുഴപ്പങ്ങളൊക്കെ. അപ്പം 2-3 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചു, ജനങ്ങളുടെ ഒരു ജാഥ ഈ ചപ്രോളിയിൽ. അങ്ങനെ ഈ ചപ്രോളിൽ കൂടെ ഈ ജാഥ പോകുന്ന സമയത്ത് പോലീസുകാർ തടയാൻ ശ്രമിച്ചു. അങ്ങനെ പോലീസും ജനങ്ങളുമായിട്ട് ഉന്തും തള്ളുമൊക്കെ ആയി, കുറേ അടി ഒക്കെ ഉണ്ടായി, ലാത്തി ചാർജും പ്രശ്നങ്ങളൊക്കെ ആയി, കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റി ആശുപത്രിയിലൊക്കെ ആയി. അങ്ങനെ ആകപ്പാടെ ബഹളമായിരുന്നു. ഇത് പാർലമെന്റിലെ ലോക്സഭയിലൊക്കെ എത്തിയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പത്രാധിപർ അനുരാഗ് മാഥുർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം അനുരാഗ് മാഥുറിനോട് പറഞ്ഞു, ഇങ്ങനെ രാജീവ് അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് അന്വേഷിക്കും എന്താ കാര്യം എന്നുള്ളത്. കാരണം ടിക്കറ്റ് തന്നൊരു ഇങ്ങനെ വളർന്നു വരുന്നൊരു കക്ഷിയാണ്. അത് രാഷ്ട്രീയത്തിൽ വലിയൊരാളാവും എന്നെല്ലാവരും വിചാരിച്ചിരുന്ന കാലമായിരുന്നത്. ഞാൻ പറഞ്ഞു ശരി, പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ അന്ന് ചപ്രോളിയിലേക്ക് കടക്കാൻ വയ്യായിരുന്നു. അവിടെയൊക്കെ റോഡിലൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ നാട്ടുകാർ തന്നെ കല്ലൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്ത് വണ്ടിയൊന്നും പോയില്ല. അപ്പോൾ ഞാനൊരു ടാക്സിയിലാണ് പോയിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാനൊന്നും മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവിടെ ഇറങ്ങി നടന്നു കുറേ. പിന്നെ ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അപ്പുറം എത്തിയതിനു ശേഷം ചില സ്ഥലങ്ങളിലൊക്കെ സൈക്കിളിൻ്റെ പിന്നിൽ, സൈക്കിളിൻ്റെ കാരിയറിലൊക്കെ ഇരുന്നിട്ടാണ് യാത്ര ചെയ്ത്. അങ്ങനെ അവസാനം ചപ്രോളിയിലെത്തി. അവിടുന്ന് ഇതെവിടെ താമസിക്കേണ്ടതെന്നൊരു പിടിയില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ 1-2 ഡ്രസ്സും കയ്യിലുണ്ട്, ബ്രഷും പേസ്റ്റും ഉണ്ട്, വേറെ ഒന്നുമില്ല കയ്യിൽ. അവിടെ ചെന്ന് പോലീസുകാരോട് ചോദിച്ചത് എവിടെയെങ്കിലും താമസിക്കുന്നില്ല, എന്താ ചെയ്യാന്ന്. അവിടെ വന്നത് ഞങ്ങൾക്കറിയില്ല, ഇവിടെ ഹോട്ടലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തൊരു വീടുണ്ട്, അവരിങ്ങനെ ഓരോ മുറികളായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയണം. ഞങ്ങൾ ഇതുപോലൊരു മുറിയിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ 5-8 ആളൊരു മുറിയിലാന്ന് പറഞ്ഞു. ഞാൻ വന്ന് ശരിയാൻ പോട്ടെ, ഞാൻ പോയി കണ്ടു. ഒരു ജാട്ട് കക്ഷിയായിരുന്നു അവിടെ. ഇയാൾ എന്നോട് പറഞ്ഞിങ്ങനെ, ഞാൻ പറഞ്ഞിങ്ങനെ താമസിക്കാനാണ്, ഡൽഹിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ അയാൾക്കൊരു എന്താ പറയുക, അയാളുടെ മനസ്സരിച്ചു. എന്നാൽ ശരി, വന്നോ, ഇവിടെ ഒരു മുറി തരാം, പക്ഷെ പൈസ തരേണ്ടി വരും. ഞങ്ങൾ പൈസയൊക്കെ തരാം. അങ്ങനെ തന്നെ മുറിയിൽ താമസിക്കും. ഇതൊരു 2 നില മുകളിലായിരുന്നു ഈ എന്താ പറയുക താമസ സ്ഥലം. ഞാനവിടെ കിടക്കായിരുന്നു. ഇത് കഴിഞ്ഞ് ഒരു രാത്രി ആയിട്ടില്ല, സന്ധ്യ കഴിഞ്ഞിട്ടുള്ളൂ. താഴെ നിന്ന് ഇങ്ങനെ ബഹളം കേട്ടു. ആൾക്കാർ തമ്മിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഹിന്ദിയിലൊക്കെ പറയുന്ന ചീത്തവള്ളിയും ആകെ, പിന്നെ എന്തിൻ്റെ മുകളിലൊക്കെ അടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ജനൽ പതുക്കെ തുറന്നിട്ട് നോക്കിയത് എന്താണ്. അപ്പം നോക്കുമ്പം ഒരു ഭാഗത്ത് കൂടെ ഒരു ജാഥ വരുന്നുണ്ടായിരുന്നു ഇവരുടെ. ഇപ്പുറത്ത് പോലീസുകാരും ഇവരും പിന്നിൽ ഇതൊക്കെ ഉണ്ട്, ലാത്തിയുണ്ട്, കയ്യിൽ ടിയർ ഗ്യാസ് കണ്ണില്ലേ, ഈ കണ്ണീർവാതകത്തിൻ്റെ, അതും വേറെ കുറേ ആൾക്കാരുടെ കയ്യിൽ തോക്കുമുണ്ട്. ഇതൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പം എനിക്ക് തോന്നി ഇത് വലിയ പ്രശ്നമാണ് അവിടെ. കാരണം ഇത്രയും ആ ജാഥയിൽ ഒരുപാട് ആൾക്കാരുണ്ട്.
പക്ഷെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇതിപ്പോൾ എന്താ ചെയ്യാൻ, നോക്കി നിൽക്കുകയല്ലാതെ. ഞാൻ ജനലൊന്നുകൂടെ തുറന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഇത് അടുത്തെത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ ലാത്തി ഉണ്ടല്ലോ കയ്യിൽ, ഒരു ലാത്തി ഇട്ട് പോയിട്ട് അടിച്ചു പൊട്ടിക്കായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവർ ലാത്തി അവർ തൊട്ടില്ല. അവർ ചെയ്തെന്ന് വെച്ചാൽ കണ്ണീർ വാതകവും പ്രയോഗിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഏതോ 1-2 പോലീസുകാർ ഈ ടിയർ ഗ്യാസ് ഷെല്ലെടുത്തിട്ട് മുകളിലേക്ക് വെടിവെച്ചു. അതുപോലെ അപ്പുറം എവിടെയോ പോയിട്ട് പൊട്ടി. ഇതല്ലാതെ വേറൊരു പരിപാടിയും ചെയ്തില്ല. ഇവർ വരാൻ കാത്തു നിന്നു. അടുത്തെത്തിയ സമയത്ത് ഇവർ ഈ തോക്കുള്ള ആൾക്കാർ പോയിട്ട് ഇങ്ങനെ തോക്ക് കാണിച്ചു. ഇവരോടിട്ട് ജാഥയിലുള്ള ആൾക്കാർ വളരെ പ്രക്ഷുബ്ധരായി. അതിൽ ആരോ 2 കല്ലെടുത്തിട്ട് പോലീസുകാർ എറിഞ്ഞു. പിന്നെ കണ്ടത് ഇവർ വെടിവെച്ച് ആകാശത്തേക്കല്ല, ഈ ക്രൗഡിൻ്റെ ഇടയിലേക്ക്. അതിൽ 10 ആളോ മറ്റോ അവിടെ നിന്ന് തന്നെ പടഞ്ഞ് മരിച്ചു റോട്ടിൻ്റെ മുകളിൽ. അപ്പം അത് മരിച്ചെന്ന് മാത്രമല്ല, ചിലരുടെയൊക്കെ ഇതിലേക്കാണ് ബുള്ളറ്റ് പോയിരുന്നത്. ഞാനിത് കാണുക മുകളിൽ നിന്നിട്ട്, അത് കാണാൻ വയ്യാത്തൊരു കാഴ്ചയായിരുന്നത്. അതായത് ഇവരാകെ ചെയ്തത് ഇതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച്, ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എന്നുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അവർ. അപ്പം ഉള്ളിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞത് ഉള്ളിൽ പിന്നുന്ന ആരുമാണ്, അത് ആർക്കും അറിയില്ല ആരാന്ന്. പക്ഷെ വെടി കൊണ്ടത് ഇവർക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പം ഇത് പിന്നെ അവിടെ ഗ്രാമത്തിൽ എന്താ പറയുക, എല്ലാം ആകെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ അന്ന് എൻ്റെ കയ്യിലൊന്നുമില്ല, മറ്റേ തിരിച്ച് ഓഫീസ് കോണ്ടാക്ട് ചെയ്യാൻ വയ്യ, എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഞാനവിടെ തന്നെ ഇരുന്നു, ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പോവാം, ഇപ്പോൾ വല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. പിന്നെ കമ്പ്യൂട്ടറില്ല, അവർ തിരിച്ച് ഓഫീസിലേക്ക് ഇന്ന് അറിയിക്കാൻ പറ്റില്ല, ഫോൺ വർക്ക് ചെയ്യില്ല. അവിടെ താഴെ ഫോണുണ്ടായിരുന്നു, ഇയാളുടെ ഇതിൻ്റെ ഓണർ താഴെ താമസിച്ചത്. എന്നാലോട് പോയി പറഞ്ഞാൽ നിങ്ങളുടെ ഫോണൊന്നും ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഫോൺ ഉപയോഗിക്കുക, പക്ഷേ ലൈനൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ശരി പറഞ്ഞു, അവിടെ ഇരുന്നു. അങ്ങനെ ആ ഇടയ്ക്കായിരുന്നു എൻ്റെ അച്ഛൻ കോഴിക്കോടായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ റിട്ടയർ ചെയ്ത് കോഴിക്കോട് വന്നിട്ട് അവിടെ താമസിക്കായിരുന്നു. അപ്പം അച്ഛനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം ഇവർക്കിത് എങ്ങനെയാണ് എന്നെ അറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഇവർ ഓഫീസിലേക്ക് വിളിച്ചു, ഡൽഹി ഓഫീസിലേക്ക്. അപ്പം എൻ്റെ പത്രാധിപരെന്ന് അനുരാഗ് മാഥൂർ എന്നിട്ട് ആളായിരുന്നു. ഇൻസ്ക്രൂട്ടബിൾ അമേരിക്കൻസ് എന്ന് പറയുന്നൊരു വളരെ പ്രസിദ്ധമായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം അനുരാഗ് പറഞ്ഞു, എനിക്കറിയാം ചെപ്രോളിയിലുണ്ടെന്ന്, പക്ഷേ എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല, എവിടെയാണ് താമസിക്കുന്നതെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം കോഴിക്കോട് നിന്ന് നമ്മുടെ കുറച്ച് ബന്ധുക്കൾ, രാമേട്ടൻ എന്നൊരാളുണ്ട്. രാമേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയില്ലേ, പഴയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മകൻ. അപ്പം രാമേട്ടൻ എന്നെ നന്നായിട്ട് അറിയാം. അപ്പം ഞാനവിടെ പോകുന്ന രാമേട്ടനോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ രാമേട്ടൻ അന്ന് ചിൽഡ്രൻസ് വേൾഡ് ഉണ്ടല്ലോ, ശങ്കറിൻ്റെ ഒരു മാസിക ഉണ്ടായിരുന്നു, പഴയ കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ. ആ ശങ്കറിൻ്റെ പത്രാധിപരായിരുന്നു രാമേട്ടൻ അന്ന് അവിടെ. അപ്പം രാമേട്ടൻ പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവരോട് പറഞ്ഞു. എന്നിട്ട് രാമേട്ടൻ ആരും എങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ആരും ഒരാളിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പറഞ്ഞു. അപ്പോൾ ആരോ പോലീസുകാരോ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരാളവിടെ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ എന്നെ ഒന്ന് കണ്ടിട്ട് വന്ന് ഇങ്ങനെ നിങ്ങളോട് ഉടനെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് വന്നു. ശരിയോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. കുഴപ്പമില്ല, സ്റ്റേഷനിൽ നിന്ന് വിളിക്കാം, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിളിച്ചു ഡൽഹിക്ക്. അപ്പം അനുരാഗ് മറ്റേ നമ്മുടെ പത്രാധിപർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഉടനെ കോഴിക്കോട്ടേക്ക് പോകണം, അവിടെ എന്തോ ഒരു എമർജൻസി ഉണ്ട്, നിന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ പോയിക്കോ. ശരിയെന്ന് പറഞ്ഞു. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എന്നിട്ട് തിരിച്ച് ഡൽഹിക്ക് പോയി. അവിടെ നിന്ന് മറ്റേ ഇത് ബുക്ക് ചെയ്യാനൊന്നും സമയമില്ല. ഇപ്പം ആകെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ കയറി പോകാന്നുള്ളതാണ്. അങ്ങനെ കയറി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. അതും നല്ല സമ്മറായിരുന്നു, വളരെ ചൂടെന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള ചൂടുള്ള സമയമായിരുന്നു. അതിൽ കയറി കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട് ചെന്നപ്പോൾ സ്റ്റേഷനിൽ എൻ്റെ അനിയനും പിന്നെ എൻ്റെ 1-2 കസിൻസും ഉണ്ട്. ഒരു കാറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റി പറഞ്ഞു. പറഞ്ഞു അതൊക്കെ പറഞ്ഞു തരാം, നീ കയറി ഇരിക്കുക പറഞ്ഞു. അങ്ങനെ കയറി പകുതി വഴി എത്തുമ്പോഴാണ് എന്നോട് പറഞ്ഞു എങ്ങനെ ഉണ്ടായി, അച്ഛൻ പോയി എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു എന്തൊരു ഷോക്കായിരുന്നു അറിയത്. കാരണം ഒട്ടും വിചാരിക്കാത്തൊരു ഇതായിരുന്നത്. അപ്പം അന്ന് ഞാൻ ആലോചിച്ചിരുന്നത്, കാരണം ഞങ്ങളുടെ ഈ മേഖലയിൽ, അതായത് പത്രപ്രവർത്തനത്തിലുള്ളൊരു വലിയൊരു പ്രശ്നം എന്തായിരുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നത് നമുക്കറിയില്ല, നമ്മളെ ബന്ധപ്പെടാൻ പലപ്പോഴും ആൾക്കാർക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കായിരുന്നു. ഇപ്പോഴൊക്കെ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കൂടെ ഭേദമാണ്. പക്ഷേ അന്നൊന്നും ഇതിനൊന്നും ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല.